नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात्। योपां पुष्पं वेधान् पुष्पवन् प्रजावान् पशुमान् भवति या एवं वेधा योपां आयतनं वेधा आयतनवान् भवति। नानाविध परिमलपत्रपुष्पाणि समर्पयामि। वनस्पतिरसोपेतो गन्धाढ्यो धूप उत्तमः आग्नेय सर्वदेवानां धूपोय प्रतिगृह्यताम्। ഈ ഭസ്മ 7 ദിവസത്തിനുള്ളിൽ നദിയിൽ ഒഴുക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് ശാന്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത് സ്വാമിജി? മരിക്കേണ്ടി വരുമോ? എന്താ ഇങ്ങനൊക്കെ സംസാരിക്കണേ? ഇതൊക്കെ സഹജമല്ലേ? ഒന്ന് മനസ്സിലാക്കുക. പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനേ ജഡിവേ ശയനം. മരണം എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ജീവിതം തുടർന്നേ പറ്റൂ. ഭസ്മം നദിയിലൊഴിക്കിയാൽ മാത്രമേ പഞ്ചഭൂതങ്ങൾക്ക് ശാന്തി ലഭിക്കൂ. എന്നാലേ മരിച്ചവർക്കും ശാന്തി ലഭിക്കൂ. ഈ വീട്ടില് ഒന്നിനു പുറകെ ഒന്നൊന്നായി ഓരോരോ അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ എവിടെ പോയോ ആവോ? അവൻ എന്ത് സംഭവിച്ചോ? ഇതുവരെ അവനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. എന്റെ ഈ പ്രായത്തില് ഇനി ഞാൻ എന്തെല്ലാം കാണേണ്ടി വരുമോ ആവോ? നാഗറാണി മരിച്ചുപോയി. അപ്പോൾ എനിക്ക് അവളോടുള്ള വൈരാഗ്യം, അതുപോലെ അവളുടെ വയറ്റിലുള്ള നാഗമാണിക്യം. ധനഞ്ജയ, അമ്മേ. ധനഞ്ജയ, എന്റെ മകൻ തിരിച്ചു വന്നു. എന്റെ മകൻ വന്നു. എന്റെ രണ്ടാമത്തെ മകൻ ധനഞ്ജയനാണിവൻ. തിരിച്ചു വന്നല്ലോ നീ. ധനഞ്ജയ, 25 വർഷം വേണമായിരുന്നോ നിനക്ക് തിരിച്ചു വരാനായിട്ട്? ഇന്ന് വരും നാളെ വരും എന്നോർത്ത് ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരുന്ന സമയത്ത് നീ വന്നില്ല. പക്ഷേ എല്ലാവരും വേദനിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നീ വന്നല്ലോ ധനഞ്ജയ. എടാ നദീശ, ആരാടാ അവൻ? അത് മുതലാളിയുടെ അനുജനാ. 25 വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടു പോയതാണ്. ഇന്നിപ്പോ തിരിച്ചു വന്നിരിക്കുന്നു. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ. എന്താണമ്മ ഇതെല്ലാം? നിന്റെ ജ്യേഷ്ഠന്റെ മകൻ തൃശ്ശൂലാണവൻ. അവന്റെ ഭാര്യ ശിവാനി. അത് അവള് നമ്മളെല്ലാം വിട്ടുപോയി മോനെ, എന്നേക്കുമായി വിട്ടുപോയി. ഇപ്പോ നിന്റെ ജ്യേഷ്ഠൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല മോനെ. അവന്റെ ഭാര്യ ശിവാനി. അത് അവള് നമ്മളെല്ലാം വിട്ടുപോയി മോനെ, എന്നേക്കുമായി വിട്ടുപോയി. ഇപ്പോ നിന്റെ ജ്യേഷ്ഠൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല മോനെ. അമ്മേ, ഇത് ഞാൻ തന്നെയാണമ്മേ, അമ്മയുടെ മകൻ ദിഗ്വിജയൻ. ഇപ്പൊ എന്റെ അനിയൻ ധനഞ്ജയന്റെ രൂപത്തിലാണെന്ന് മാത്രം.
നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ എത്തിയപ്പോൾ നീ തന്നെ മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ഞാനല്ലാതെ നിന്നെ കൊല്ലാനായി മറ്റാരോ ഉണ്ടെന്നർത്ഥം. നിന്റെ മരണത്തോടൊപ്പം എത്രയോ നിഗൂഢതകളാണ് മറഞ്ഞു പോയിരിക്കുന്നത്. തൃശൂൽ, ദൈവം ചിലർക്ക് ചില സമയത്ത് ജന്മം കൊടുക്കും, പക്ഷെ ദീർഘായുസ് കൊടുക്കില്ല. നീ സമാധാനായിട്ടിരിക്കെ. എന്താ ശരിക്കും ഉണ്ടായത്? അച്ഛന്റെ ഫ്രണ്ട് ഭൂപതി എന്നൊരാളുണ്ടായിരുന്നു. അയാൾ ശിവാനിയെ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഭൂപതി നാഗറാണിയുടെ വയറ്റിൽ നാഗമാണിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ട് ഈ കാര്യം പ്രവർത്തിച്ചതാണ്. അപ്പോൾ പിന്നെ നാഗമാണിക്യം എങ്ങനെയാണ് നേടുക? ധനഞ്ജയ്, ആരാ മോനെ അത്? നിന്റെ ഭാര്യയാണോ? അത് ദാക്ഷായനി. പിന്നെ അടുത്ത് നിൽക്കുന്ന കുട്ടി നിന്റെ മകളാണോ? ദാക്ഷായനിയുടെ ചേട്ടന്റെ മകളാണ്. നീ എന്നെ വിട്ടിട്ട് പോകാനായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് എന്തിനാ വന്ന ശിവാനി? നീ എനിക്ക് വേണ്ടി വന്നോളാ, എനിക്ക് വേണ്ടി ജീവിച്ചോളാ. ഇപ്പൊ നീ തന്നെ ഇല്ലാത്ത പ്രപഞ്ചം എനിക്കെന്തിനാ ശിവാനി? ഞാനും നീയുള്ള സ്ഥലത്തേക്ക് തന്നെ വരാം. നീയില്ലാത്ത ജീവിതം എനിക്കും വേണ്ട. ഇപ്പൊ ഞാനും മരിക്കാൻ പോവാ. എത്രയും പെട്ടെന്ന് നീയുള്ള സ്ഥലത്തേക്ക് എനിക്കും ഇപ്പൊ വരണം ശിവാനി. ഞാൻ വരികയാ ശിവാനി. ജയ് ഭോലേനാഥ. തന്ന സതിയെ നഷ്ടപ്പെട്ടിട്ട് രൗദ്ര അവതാരം കാട്ടിയ രുദ്രേശ്വര, ഇവന്റെ പ്രണയത്തിന്റെ ആഴം നോക്കൂ. പ്രണയമെന്ന് വെച്ചാൽ പ്രണയിക്കുന്നവർക്ക് വേണ്ടി മരിക്കുന്നതല്ല, പ്രണയിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. അവളില്ലാത്ത പ്രപഞ്ചം എനിക്കും വേണ്ട. നീ പോകുന്ന ലോകത്ത് അവളില്ലടാ മൂടാ. ആത്മാവ് വിനാശി, ശരീരം അവിനാശി. അവളുടെ ശരീരം മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഇഹലോകത്തിൽ ജീവിക്കാൻ ദേഹമില്ല, പരലോകത്തിൽ ജീവിക്കാൻ മോഹവുമില്ല. പരദേഹമില്ല, സ്വന്തം ദേഹമില്ല. അവളിപ്പോൾ പരദേശിയായിട്ട് അലയുകയാണ്. സതീദേവി യജ്ഞകുണ്ഠത്തിൽ വീണപ്പോൾ ത്രിലോകത്തെ തന്നെ അല്ലോല തല്ലോലമാക്കിയ മുക്കണ്ണൻ ദക്ഷനെ മുതൽ എല്ലാവർക്കും തക്ക ശിക്ഷയും കൊടുത്തവനാണ് ആ പരമേശ്വരൻ. ഇവിടെ നിനക്കും അതേ സ്ഥിതി തന്നെ. ചുട്ടുഭസ്മമായ നിന്റെ ഭാര്യയുടേതും അതേ ഗതി തന്നെ. അവളെ കൊന്നവളെ ജീവിക്കാൻ വിട്ടിട്ട് നീയും പേടിച്ച് ചാകാൻ പുറപ്പെട്ടിരിക്കുന്നുവോ? സ്വാമിജി അങ്ങ് എന്താ ഈ പറയുന്നത്? ശിവാനിയെ കൊന്നവനെ ഞാൻ എന്റെ കൈകൊണ്ട് കൊന്നു കളഞ്ഞു. നീ കൊന്നത് വെറുമൊരു പാവയെ മാത്രമാണ്. പാവയെ കൊണ്ടാടിപ്പിച്ച ചരട് ഇതുവരെയും നീ കണ്ടിട്ടില്ല. ആ ചരട് പിടിച്ചിരിക്കുന്ന കയ്യും നീ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ പെണ്ണിന്റെ മരണത്തിനു പിന്നിൽ ഒരുപാട് ആളുകളുടെ കൈയുണ്ട്. അവരുടെ മരണമാവാതെ നിന്റെ പെണ്ണിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല.
സമാധാനം കിട്ടില്ല, തൃപ്തിയും ഉണ്ടാവില്ല. കാണ് നിന്റെ ഭാര്യയുടെ വെപ്രാളം, നിന്റെ പെണ്ണിന്റെ ആത്മാവിന്റെ വെപ്രാളം നോക്ക്. ജയ് ഭോലനാഥ. ശിവാനി, ശിവാനി, എന്റെ ശിവാനി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിന്റെ കുടുംബത്തിലെ കഷ്ടങ്ങൾ കണ്ട് അവരുടെ കണ്ണുനീർ തുളച്ച് സമാധാനിപ്പിക്കാനല്ല. നാഗമാണിക്യത്തിനു വേണ്ടിയാ. ആരാണ് ആ നാഗറാണി? എവിടെയാണ് ആ നാഗമാണിക്യം? നാഗമാണിക്യം എവിടെയുണ്ടെന്നും നാഗറാണി ആരാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നീ നിന്റെ ശരിക്കുള്ള സ്വഭാവം ഞങ്ങളെ കാണിച്ചു തരിക. നീ ഈ രൂപം കിട്ടാനായി നാടകം കളിച്ചതാണോ? നിനക്ക് നൽകിയിരിക്കുന്ന ഈ രൂപം ശാശ്വതമാണെന്ന് കരുതണ്ട. ഞങ്ങളെ എതിർക്കുകയാണെങ്കിൽ അടുത്ത ക്ഷണം തന്നെ നിന്നെ ഇല്ലാതാക്കുന്നതാണ്. ഞാനെന്തിനു നിങ്ങളോട് എതിർക്കണം? നാഗമാണിക്യം നേടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും. എന്തുകൊണ്ട്? അതെന്തുകൊണ്ടെന്നാൽ നാഗമാണിക്യം ഇപ്പോൾ നാഗറാണിയുടെ കയ്യിലാണുള്ളത്. നാഗറാണി എവിടെയുണ്ടെന്ന് കാണിച്ചു തരൂ. നാഗമാണിക്യം നേടിയെടുക്കുവാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്താ? നാഗറാണിയെ കാണാനോ? അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നാഗറാണി മറ്റാരോ അല്ല. അവൾ എന്റെ മരുമകൾ ശിവാനി തന്നെയാണ്. എന്ത്? നിന്റെ മരുമകൾ നാഗറാണിയാണെന്നോ? അതെ, അവൾ തന്നെയാണ് ഈ ഇച്ഛാധാരി നാഗറാണി. നാഗറാണി മരിച്ചു കഴിഞ്ഞല്ലോ. നാഗമാണിക്യം എവിടെയെന്ന് പറയൂ. അന്നൊരിക്കൽ ഇല്ല, ഞാനിത് വിശ്വസിക്കുകയില്ല. നീ അവളും മരിച്ചു പോയതുകൊണ്ട് ഇപ്പൊ കള്ളം പറയുക. കളവല്ല, സത്യമാണ്. ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. ഇവളാണ് എന്റെ ശത്രു. അവളെയും കൊന്ന് വൈരാഗ്യം തീർത്ത് അവളുടെ വയറ്റിലുണ്ടായിരുന്ന നാഗമാണിക്യം എടുത്ത് നിങ്ങൾക്ക് നൽകാനാണ് നിങ്ങളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ അവൾ തന്നെയില്ല. ആ നാഗമാണിക്യം അവളോടൊപ്പം നശിച്ചു പോയെന്നോ അതോ മറ്റൊരാളുടെ കൈവശമുണ്ടെന്നോ എനിക്കറിയില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികളൊക്കെ വ്യർത്ഥമായി പോയോ? നിങ്ങളുടെ നിരാശയും സങ്കടവും എനിക്ക് നന്നായി മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കാൾ അധികം നിരാശ ഞാനാണ് അനുഭവിക്കുന്നത്. എനിക്ക് ഈ രൂപം നൽകാനായിട്ട് നിങ്ങൾ 24 ദിവസം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനോ ആ നാഗമാണിക്യത്തിന്റെ ശക്തി കൈവരാനായി 24 വർഷമാണ് കഷ്ടപ്പെട്ടത്. എന്നിട്ട് ആ ശക്തി കൈവരുന്ന ദിവസം തന്നെ എനിക്കത് നഷ്ടമായി. ശരി, മുന്നോട്ടുള്ള മാർഗം പറയൂ. നാഗമാണിക്യം എവിടെയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴിയാണത്? ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ആദിശേഷനോ? അതാരാ? അവനാണ് നാഗരാജാവ്. നാഗലോകത്തിന്റെ മഹാരാജാവ്. അവനിപ്പോൾ പുനർജന്മം എടുത്തിരിക്കുകയാണ്. ഇവിടെ അവനെ തേടിയാണ് നാഗറാണി വന്നത്. ആ ആദിശേഷൻ ആരാണെന്ന് അറിയുവാൻ നമുക്ക് സാധിച്ചാൽ നാഗമാണിക്യത്തിലേക്കുള്ള വഴി അവൻ തന്നെ കാണിച്ചു തരും.
ശിവാനി 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 ദേ എന്നെ നോക്കി. സ്വാമിജി, ശിവാനി എന്നോട് മിണ്ടാത്തത് എന്താ? എന്നോട് നീ സംസാരിക്കാൻ പറയും സ്വാമിജി. അവളെ ആരാണ് കൊന്നു കളഞ്ഞതെന്ന് എനിക്ക് അറിയണം സ്വാമിജി. അവളോടൊന്ന് സംസാരിക്കാൻ പറയും. നീ ഇപ്പോൾ കാണുന്നത് അവളുടെ ആത്മാവിനെയാണ്. നീ കാണുന്നത് അവളുടെ സങ്കടം. നീ പറയുന്നത് അവൾക്ക് കേൾക്കാൻ കഴിയും, പക്ഷേ അവൾ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയില്ല. നിന്റെ പെണ്ണിന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചിട്ടില്ല. ശാന്തി ലഭിക്കണമെങ്കിൽ നീ അവളുടെ അസ്ഥി ഇവിടെ നിന്നും കൊണ്ടുപോയി പശ്ചിമവാഹിനിയിൽ നിമഗ്നമാക്കണം. എന്ന് കരുതി അവളുടെ ആത്മാവിന് സമാധാനം കിട്ടില്ല. ഓർമ്മ വേണം, ഈ ഭൂമിയിൽ തന്നെ ഒരു കൂട്ടം ദുഷ്ടമനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ മരണമുണ്ടാവാതെ അവളുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ശാന്തി കിട്ടില്ല. ജയ് ഭോലേനാഥ. ശിവാനി ശിവാനി പറയൂ സ്വാമിജി, ആരാണ് അവളെ കൊന്നതെന്ന് പറയൂ. അതറിയും നീ. ആ ശത്രുക്കൾ ആരാണെന്നുള്ള കാര്യം നീ അറിയും ഒരിക്കൽ. അതിനേക്കാൾ മുൻപേ നീ അറിയും നീ ആരാണെന്ന്. ദൂരെയുള്ളതെല്ലാം അടുത്തേക്ക് വരും. കൈവിട്ടതെല്ലാം നിന്റെ കയ്യിൽ വന്നു ചേരും. കളഞ്ഞുപോയത് നിന്റെ കയ്യിലെത്തിക്കും ആ കാശിനാഥൻ ലോകൈകേശ്വരൻ. ജയ് ഭോലേനാഥ. നമസ്കാരം. ഞങ്ങള് ദിഗ്വിജയന്റെ കൂട്ടുകാരാണ്. ആ, ദിഗ്വിജയ് ഞങ്ങളോട് ഇങ്ങനെ ഒരു അനിയനുണ്ടെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി ചിലപ്പോ അങ്ങനെ പറയാനൊരു സന്ദർഭം വന്നു കാണില്ലായിരിക്കാം. ദിഗ്വിജയ് എവിടെയോ ഇരുന്ന് നിങ്ങളെ പറഞ്ഞയച്ചതാണോ? ഹേ, ഇത് ദിഗ്വിജയൻ തന്നെയാടാ. അല്ല, അവൻ നിങ്ങളോട് എന്തെങ്കിലും മുഖ്യമായ കാര്യങ്ങൾ വല്ലതും സൂചിപ്പിച്ചായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. ചേട്ടനോട് സംസാരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. എക്സ്ക്യൂസ് മീ. നീ അവൻ പറഞ്ഞിട്ട് പോയ കേട്ടില്ലേടേ? അവൻ ഒന്നിനെ പറ്റി ഒരു ചുക്കും ചുണ്ടാകുമ്പോ അറിയത്തില്ലാത്തവനാടാ. എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ ആ എന്നല്ലാതെ വായിന്നൊന്നും വരുന്നില്ലടാ. അല്ല, ഇതുവരെ ഈ വീട്ടിൽ കാല് കുത്താത്തവൻ ഇപ്പൊ എന്ത് കാര്യത്തിനാ വന്നേ? എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വീട്ടിൽ ഒരു മരണം ഉണ്ടായതല്ലേ, 16ന്റെ നല്ല കിടിലെ സദ്യ കഴിച്ചിട്ട് പോകാൻ വന്നതായിരിക്കോടാ. ഏയ് വേണ്ട, നിന്നോട് എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? ഒന്ന് ചുമ്മാ നിന്നോട് എഴുന്നേക്കാനല്ല പറഞ്ഞേ. തൃശൂൽ, നിങ്ങളൊക്കെ ആ ഭൂപതിയുടെ ഗ്യാങ്ങിലുള്ളവരല്ലേ? ശിവാനിയെ നിങ്ങളൊക്കെ ചേർന്നല്ലേ കൊന്നത്? എന്റെ ശിവാനിയെ കൊന്നത് നിങ്ങളല്ലേ? ഇവന്മാര് തന്നെ എന്റെ ശിവാനിയെ കൊന്ന്. എന്താണ് നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? ഞങ്ങൾ നിന്റെ ഭാര്യ എന്തിനാ കൊല്ലുന്നേ? എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഭൂപതി നിങ്ങളുടെയൊക്കെ ഫ്രണ്ടല്ലേ? നിങ്ങളെല്ലാം ഒരേ ഗ്യാങ് തന്നെയല്ലേ? എന്റെ ശിവാനിയെ കൊന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇല്ലായിരുന്നിരിക്കാം. എന്നാൽ അവളുടെ മരണത്തിന് നിങ്ങളെല്ലാം കാരണക്കാരാണെന്ന് എനിക്കറിയാം. മരണ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ചിരിച്ചിരിക്കുക, അതിന്റെ അർത്ഥം എന്താ? അവളുടെ മരണം നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നു എന്നല്ലേ അർത്ഥം? എന്തിനാണ് അവളെ കൊന്നേ? എന്റെ ശിവാനി നിങ്ങളൊക്കെ എന്തിനാ കൊന്നേന്ന്? ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല.